ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മൽക്ക ദൈവകൃപയുടെ വിത്താണ്. മൽക്ക ഞങ്ങളുടെ മുത്താണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, പുളിച്ച മാവ്, പുളിപ്പുള്ള അപ്പം, മൽക്ക എന്ന് പറഞ്ഞാൽ രാജാവ്. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈസ്റ്റ് ആ അർത്ഥത്തിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. ഇന്ന് ഞാൻ അതിൻ്റെ വ്യാഖ്യാനം നൽകുകയാണ്. നമ്മുടെ തോമസ് മണ്ണൂരം പറമ്പിലച്ചൻ, തലശ്ശേരി രൂപതയിൽപ്പെട്ട തോമസ് മണ്ണൂരം പറമ്പിലച്ചൻ, നമുക്ക് 3 അനാഫറയുണ്ടല്ലോ. അദ്ദായിമാർ ശിഷ്യന്മാരുടെ പേരിലുള്ള അനാഫറ, നെസ്റ്റോറിസിൻ്റെ പേരിലുള്ള അനാഫറ, തിയതോറിൻ്റെ നാമധേയത്തിലുള്ള അനാഫറ. ഈ 3 അനാഫറയും അതിൻ്റെ മൂലരൂപത്തിൽ തയ്യാറാക്കിയത് ഈ തോമസ് മണ്ണൂരം പറമ്പിലച്ചനാണ്. 1986 ഫെബ്രുവരി 8-ാം തീയതി കോട്ടയത്ത് വെച്ച് നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട കുർബാന അതിൻ്റെ തനത് രൂപത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചൊല്ലി ഉദ്ഘാടനം ചെയ്തപ്പോൾ അന്നത്തെ മാസ്റ്റർ ഓഫ് സെറിമണി, എന്താ പറയുക, കാര്യക്കാരൻ ഈ തോമസ് മണ്ണൂരം പറമ്പിലച്ചനാണ്. തലശ്ശേരി രൂപത്തിലാണ് അദ്ദേഹം റിട്ടയർഡായിട്ട് ഇരിക്കുന്നു. ഈ തോമസ് മണ്ണൂരം പറമ്പിലച്ചനേക്കാൾ കേമമായിട്ട് നമ്മുടെ കുർബാനയെക്കുറിച്ച് വ്യാഖ്യാനം നൽകാൻ ഒരാൾ ഇല്ല. കാരണം ഈ 3 തക്സ ഉണ്ടാക്കിയത്, അനാഫർ ഉണ്ടാക്കിയത്, അതിൻ്റെ മൂലരൂപത്തിൽ നിന്ന് തയ്യാറാക്കിയത് അദ്ദേഹമാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു അച്ഛനുണ്ടെങ്കിൽ അദ്ദേഹമാണ്. അപ്പം അദ്ദേഹം സീറോ മലബാർ സഭയുടെ കുർബാന ഒരു പഠനം എന്ന് പറഞ്ഞിട്ട് 2 വോള്യങ്ങളിൽ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. 90-ൽ ഇറക്കി, 2004 വരെ വടവാതൂരിൽ നിന്ന് ഇറക്കി. ഇപ്പോൾ ആളൂരിലുള്ള എൻ്റെ സ്ഥാപനം ബിബ്ലിയ അക്കാദമി ഈ അച്ഛന്മാരിലൊരു കോൺട്രാക്ട് ഉണ്ടാക്കി അതിൻ്റെ വീണ്ടും അത് പ്രസിദ്ധപ്പെടുത്താൻ പോവുകയാണ്. ജൂലൈ 3 ഈ 3 പുസ്തകങ്ങൾ ഒരുമിച്ച് 2 ഈ പുസ്തകം, പിന്നെ നമ്മുടെ കുർബാനയുടെ ചരിത്ര പശ്ചാത്തലം, അങ്ങനെ ഈ പുസ്തകങ്ങളൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്ത് ഇറക്കാൻ പോകുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സീറോ മലബാർ സഭയുടെ കുർബാന ഒരു പഠനം വാല്യം 1-ലുള്ള ഒരു വ്യാഖ്യാനമാണ്. ഈ മൽക്കയെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. അതിശ്രേഷ്ഠമാണത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മൽക്ക എന്ന വാക്കിന് സുറിയാനിയിൽ രാജാവ് എന്നാണ് അർത്ഥം. അതിനെ ദൈവകൃപയുടെ വിത്ത് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. നമുക്കിതൊന്ന് നോക്കാം, ഈ വ്യാഖ്യാനങ്ങൾ നോക്കാം. ഈശോയാബ് മൂന്നാമൻ എന്ന് പറഞ്ഞത് കൽദായ പാത്രിയാർക്കീസ് ആണ്. ക്രിസ്തുവർഷം 649 മുതൽ 659 വരെ ഈശോയാബ് മൂന്നാമനായിരുന്നു കൽദായ പാത്രിയാർക്കീസ്. അദ്ദേഹം ഈ മൽക്കയെ, വിശുദ്ധ പുളിപ്പിനെ കൂദാശ എന്നാണ് വിളിക്കുന്നത്. ഈ മൽക്ക എന്ന് പറയുന്ന വിശുദ്ധ പുളിപ്പിനെ കൂദാശ എന്നാണ് ഈശോയാബ് മൂന്നാമൻ പാത്രിയാർക്കീസ് വിളിക്കുന്നത്. മുത്ത് അല്ലെ, പേള് എന്ന ഗ്രന്ഥത്തിൽ മാർ അബ്ദീഷോ എന്ന് പറഞ്ഞാൽ 1318 മരിച്ച ഒരു പാത്രിയാർക്കീസ് ആണ്. മാർ അബ്ദീഷോ മുത്ത്, ദ പേൾ എന്ന ഗ്രന്ഥത്തിൽ ഈ മൽക്കയെക്കുറിച്ചുള്ള വ്യാഖ്യാനം നൽകുന്നത് ഇങ്ങനെയാണ്. പൗരസ്ത്യ സഭാ പ്രേക്ഷിതരായ വാഴ്ത്തപ്പെട്ട വിശുദ്ധ സ്ലീഹന്മാർ മാർത്തോമ, ബാർ ബർത്തുൽമൈ, മാർ അദ്ദായി എന്നിവരും 70 സ്ലീഹന്മാരിൽ ഒരുവനായ മാർ മാറിയും കർത്താവിന്റെ 2ാമത്തെ ആഗമനം വരെ തിരുശരീരമാകുന്ന കൂദാശ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിന് കാത്തു സൂക്ഷിച്ച് ഉപയോഗിക്കുവാൻ അഖില പൗരസ്ത്യ സഭകൾക്കും ഏൽപ്പിച്ചു കൊടുത്തതായ വസ്തുവാണ് വിശുദ്ധ പുളിപ്പ്. നിങ്ങളിത് 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ അർത്ഥം കിട്ടും. ഇഷ്ബനിലെ ഇസഹാക്ക് എന്ന പേരുള്ള ഒരു വൈദികനുണ്ട്. ആ വൈദികൻ, അക്കാലത്തെ ഒരു വൈദികൻ, അദ്ദേഹം എഴുതിയിരിക്കുന്നത് വളരെ മനോഹരമാണ്. ഒടുവിലത്തെ അത്താഴ സമയം നമ്മുടെ രക്ഷകൻ ശിഷ്യന്മാരിൽ ഓരോരുത്തരും ഓരോ അപ്പം വീതം നൽകിയിരുന്നു. എന്നാൽ യോഹന്നാൻ ശ്ലീഹായ്ക്ക് 2 അപ്പം നൽകി. ഒന്ന് അപ്പോൾ ഭക്ഷിക്കാനും മറ്റത് വിശുദ്ധ പുളിപ്പിന് വേണ്ടി സൂക്ഷിച്ചു വെക്കാനും വേണ്ടിയായിരുന്നു. ഈ അപ്പത്തിന്മേൽ യോഹന്നാൻ ശ്ലീഹ കർത്താവിന്റെ വിലാവിൽ നിന്നൊഴുകിയ രക്തം പുരട്ടി സൂക്ഷിച്ചു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 40 ദിവസത്തോളം ഈശോ തങ്ങളോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ തന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ രക്തം പുരട്ടി സൂക്ഷിച്ചിരുന്ന അപ്പം വിശുദ്ധ പുളിപ്പിനായി ഉപയോഗിക്കണമെന്ന് കൽപ്പിച്ചു. യോഹന്നാൻ അപ്രകാരം ചെയ്യുകയുണ്ടായി. രക്ഷകന്റെ രക്തം പുരട്ടിയ പെസക അപ്പം പൊടിച്ച് അതോടുകൂടി ഗോതമ്പ് മാവും ഉപ്പും ചേർത്ത് വർദ്ധിപ്പിച്ചു. ഇതിന്റെ ഓരോ ഭാഗം ഓരോ ശ്ലീഹായും വിശുദ്ധ പുളിപ്പായി ഉപയോഗിക്കുന്നതിന് വീതിച്ചെടുത്തു. ഈ പുളിപ്പ് പുതുക്കി വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക ശുശ്രൂഷ നിശ്ചയിക്കുകയും ചെയ്തു. ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കടയിൽ നിന്ന് കിട്ടുന്ന വാങ്ങിക്കുന്ന കെമിക്കലായ ഈസ്റ്റ് അല്ല ഈ വിശുദ്ധ പുളിപ്പ് മൽക്ക എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? എവിടെ നിന്നാണ് ഈ വിശുദ്ധ പുളിപ്പ് വരണേന്ന്? ഫോർട്ടസ്കെ എന്ന് പറയുന്ന ഒരു രചയിതാവുണ്ട്, ഒരു ഗ്രന്ഥകർത്താവ്. ഫോർട്ടസ്കെ.
അദ്ദേഹം കുറച്ചുകൂടി വിശദമായ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. മാമോദീസയുടെ അവസരത്തിൽ നമ്മുടെ കർത്താവിന് ശരീരത്തിൽ നിന്ന് വീണ കുറെ ജലം യോഹന്നാൻ മംദാന സൂക്ഷിച്ചു വെച്ചെന്നാണ് പാരമ്പര്യം. ജോർദാൻ നദിയിൽ ഇല്ലേ ഇങ്ങനെ മുങ്ങി യോഹന്നാൻ ചിലപ്പോൾ തലയിൽ നിന്ന് വെള്ളം ഒഴിച്ചു. അങ്ങനെ കർത്താവ് എഴുന്നേറ്റപ്പോൾ കർത്താവിൻ്റെ ദേഹത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ ഉറ്റു വീണു. ആ വെള്ളത്തിൽ കുറച്ച് തുള്ളികൾ യോഹന്നാൻ മംദാന സ്നാപക യോഹന്നാൻ സൂക്ഷിച്ചു വെച്ചു. അന്ത്യത്താഴ വേളയിൽ നമ്മുടെ കർത്താവ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹയ്ക്ക് 2 അപ്പം കൊടുത്തു. അദ്ദേഹം ഒരു അപ്പത്തെ മാമോദീസയുടെ ജലവും കുരിശിൽ നമ്മുടെ കർത്താവിൽ നിന്നൊഴുകിയ രക്തവുമായി കലർത്തി. ശരീരരക്തങ്ങളുടെ പുളിപ്പ് സഭയിൽ എന്നും ഉണ്ടായിരിക്കേണ്ടതിനായി സ്ലീഹന്മാർ ഇത് പൊടിച്ച് മാവും ഉപ്പും കലർത്തി ഭാഗിച്ചെടുത്തു. നെസ്റ്റോറിയർ അത് സൂക്ഷിക്കുന്നു. ഓരോ പെസഹ വ്യാഴാഴ്ചയും അവർ ഈ വിശുദ്ധ പുളിപ്പ് നവീകരിക്കുന്നു. ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കിടയിൽ പുരോഹിതനും ഡീക്കനും കൂടി പുതിയ മാവും ഉപ്പും എണ്ണയും കഴിഞ്ഞ വർഷത്തെ പുളിപ്പുമായി കലർത്തുന്നു. മധുബഹായിൽ ഒരു പാത്രത്തിൽ 1 വർഷം മുഴുവൻ അത് സൂക്ഷിക്കപ്പെടുന്നു. ഓരോ കുർബാനയ്ക്ക് മുമ്പ് അതിൽ നിന്ന് ചെറിയൊരു ഭാഗം എടുത്ത് മാവുമായി കലർത്തി അന്നന്നത്തെ കുർബാനകൾ അപ്പം ഉണ്ടാക്കുന്നു. ഈ പുളിപ്പ് കൂടാതെ കുർബാന അർപ്പിക്കുവാൻ സാധിക്കുകയില്ല. 7 കൂദാശകളിൽ ഒന്നായിട്ടാണ് അവർ അതിനെ വിലമതിച്ചിരുന്നത്. എന്താണ് മൽക്ക? എന്താണ് വിശുദ്ധ ഈസ്റ്റ്? എന്താണിത് മുത്ത് എന്ന് നമ്മൾ പറയണേ? ദൈവകൃപയുടെ ഡിവൈൻ ഗ്രേസിന്റെ വിത്ത്, ദ സീഡ് ഓഫ് ദ ഡിവൈൻ ഗ്രേസ് എന്നാണ് പറയണേ ഈ മൽക്കയെ. ഇത് എവിടെ നിന്ന് വരണമെന്നൊക്കെ മനസ്സിലായോ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം, അച്ചു ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയ കഥകളല്ലേ, ഇതിനൊക്കെ തെളിവുണ്ടോ? ഇത് പാരമ്പര്യമാണ് തീർച്ചയായിട്ടും. ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? ഇങ്ങനെയാണ് വന്നതെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. പല രചയിതാക്കൾ പലരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അച്ഛൻ ഇതിൻ്റെ ഒക്കെ റെഫറൻസ് നൽകിയിട്ടുണ്ട്. അതൊരു വീഡിയോയിൽ പറയേണ്ടതല്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഇതൊക്കെ വെറും കഥകളല്ലേ, കെട്ടുകഥകളല്ലേ, മിത്തല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരിച്ചൊരു ചോദ്യം, ഇത് മിത്താണെന്ന് തെളിയിക്കാൻ, കെട്ടുകഥയെ തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? ഇത് പാരമ്പര്യമാണെന്നോ തെളിയിക്കാൻ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയത്. ഞാൻ ഹാജരാക്കിയ തെളിവുകളെല്ലാം തെറ്റാന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടോ? തെളിയിക്ക്. ഇത് എഴുതപ്പെട്ട പാരമ്പര്യം ഞാൻ പറയണേ, പറയപ്പെട്ട പാരമ്പര്യത്തിൽ നിന്നും എഴുതപ്പെട്ട പാരമ്പര്യം. അപ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് രേഖകളുണ്ട്. ഇങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ രേഖകളുണ്ടോ? അതിനാൽ ഇതിനേക്കാളൊക്കെ നമ്മൾ എത്രയോ വലിയ മിത്തുകളാണ് ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിംസിൻ്റെ ഇടയിലൊക്കെ നടക്കുന്നത്. അതിനേക്കാളൊക്കെ എത്രയോ ചരിത്രപരമായ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇതിനോട് ബഹുമാനം വേണ്ടേ? അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണ്, എന്താണ് മൽക്ക എന്ന് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, എറണാകുളം, അങ്കമാലി തൊട്ട് വടക്കോട്ട് കുറച്ച് രൂപതകൾക്ക് ഇത് കാര്യമായിട്ട് അറിയില്ല. ജനങ്ങൾക്കും അറിയില്ല, അച്ഛന്മാർക്കും അറിയില്ല. നിങ്ങളുടെ ഫ്രണ്ട്സായുള്ള ആളുകൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് എന്താണ് നമ്മളിങ്ങനെ ഇതിൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾ പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞു. അതും ഇതും കൂടി എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഈ പ്രബോധനത്തിലൂടെ, അറിവിലൂടെ നമ്മുടെ കുറേ പ്രശ്നങ്ങളെങ്കിലും പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. നോമ്പുകാലത്ത് ഒരു പ്രായശ്ചിത്തമായിട്ട് ഇത് എല്ലാവർക്കും എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഈ വിശുദ്ധ പുളിപ്പെന്ന് പറഞ്ഞാൽ കർത്താവ് ഈശോ മിശിഹായ, അതാണ് മൽക്ക, രാജാവ്, ഈശോ എന്ന രാജാവിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്രയും ഗംഭീരമായ ദൈവശാസ്ത്രം. ഓരോ സഭയും ആ സഭയുടെ ദൈവശാസ്ത്രമാണ് പിന്തുടരേണ്ടത്. അതിനെയാണ് റിച്വൽ എന്ന് പറയുന്നത്. അത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വ്യാഖ്യാനിച്ചിരുന്നു. അപ്പോൾ ഓരോ സഭയുടെയും ദൈവശാസ്ത്രം, അതിൽ അഭിമാനം കൊള്ളുകയും അതിനോട് കൂറ് പുലർത്തുകയും ചെയ്യുമ്പോഴാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും സഭകൾ നമുക്കുള്ളത്. എല്ലാവരും ഒരു സഭയുടെ കാര്യം എടുക്കാൻ പോയാൽ പിന്നെ പല സഭകൾ ആവശ്യമില്ല. അതിനാൽ നമുക്ക് നമ്മുടെ ഇരിക്കുന്ന കൊമ്പ് തന്നെ വെട്ടിമുറിക്കുന്ന തരത്തിലാകാതിരിക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണ് നമ്മുടെ തലപ്പത്തുള്ള പലരും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പരസ്യമായി പറയുന്നത്. നമ്മുടെ സഭയുടെ പാരമ്പര്യം, അതും വളരെ ഉന്നതമായ പാരമ്പര്യം, മറ്റ് സഭകളിലുള്ളതിനേക്കാൾ ഗംഭീരമായ പാരമ്പര്യം, അത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാകുക. അത് ബിബ്ലിക്കൽ പാരമ്പര്യമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോ തിരുവചനത്തിൽ അടിസ്ഥാനമിട്ടതാണെന്നുള്ള പറഞ്ഞ വീഡിയോയും ഒരുമിച്ച് കാണുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.